പലരും അനുഭവിക്കുന്ന വിഷമം നമ്മളുടെ ഒരു ഒന്നുമില്ലായ്മയാണ് ഈ മറ്റുള്ളവരുടെ മുതലെടുപ്പ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ജോലി വേണം, ആ ജോലിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റണം, ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോരുത്തരും ഒരു ജോലിക്ക് പോകുന്നത്. അവിടെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന്മാരുടെ തന്തയില്ലായ്മയ്ക്ക് നമ്മൾ വഴങ്ങേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അവന്മാർ കാണിക്കുന്ന പാർഷ്വാലിറ്റിയും അവന്മാർ കാണിക്കുന്ന അവന്മാരുടെ ധാർഷ്ട്യവും ഇതൊക്കെ നമ്മൾ എന്തിനാണ് അംഗീകരിക്കുന്നത്? അവന്മാരാര്? ഒരു മനുഷ്യൻ തന്നെ ലിവനും ഇങ്ങനെയൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങി വേറെ പണിക്ക് പോവുക, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വക്കീലിൻ്റെ അടുത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വക്കീലിൻ്റെ ഉയർന്ന വക്കീൽ അല്ലെങ്കിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അണ്ടറിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കുകയാണ് ചെയ്തത്. അതും വെറും മർദ്ദനമല്ല, ഒരടിയൊന്നുമല്ല. ഒരാളെയും മർദ്ദിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. സ്ത്രീയെ മർദ്ദിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കേസ് പോകും. എന്നിട്ടും അത് പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ചെയ്തതെന്ന് അറിയുമ്പോൾ അവന് വലിയ പിടിപാടുള്ളവനാണെന്നുള്ളൊരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ്. അപ്പോൾ